നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് കുറി 8 സീറ്റ് മാത്രം. ഇടുക്കിക്ക് പുറമെ ഏറ്റുമാനൂർ സീറ്റും കോൺഗ്രസിന് വിട്ടു നൽകും. ധാരണ ഇത്തവണത്തേക്ക് മാത്രമെന്നാണ് കേരള കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിശദീകരണം. ജോസഫ് ഗ്രൂപ്പിന്റെ മുഴുവൻ സ്ഥാനാർത്ഥികളും ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പുഷ്പാർച്ചന നടത്തി. UDF-നെ സംബന്ധിച്ച് വലിയൊരു തലവേദനയായി നിൽക്കുകയായിരുന്നു ജോസഫ് ഗ്രൂപ്പുമായിട്ടുള്ള സീറ്റ് വിഭജനം. അതിനാണ് ഇപ്പോൾ ഒരു അന്തിമ ധാരണ വന്നിരിക്കുന്നത്. ജോസഫ് ഗ്രൂപ്പിന് 8 സീറ്റ് മാത്രമേ ഉള്ളൂ. ഇക്കാര്യത്തിൽ ധാരണയായതായി പാർട്ടിയുടെ മുതിർന്ന നേതാവ് മോൻസ് ജോസഫ് തന്നെയാണ് വ്യക്തമാക്കിയത്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ സീറ്റ് ഇന്നലെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചപ്പോൾ കോൺഗ്രസുമായി പാർട്ടി ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉഭയകക്ഷി ചർച്ചകളിലൂടെ കോൺഗ്രസ് പാർട്ടി ഇപ്രാവശ്യത്തെ പ്രത്യേക സാഹചര്യത്തിൽ UDF-ന്റെ വിജയം ഉറപ്പാക്കാനും പരസ്പരമുള്ള വിട്ടുവീഴ്ചകളിലൂടെ ഒരു ധാരണയിൽ മുന്നോട്ട് പോകാനുമുള്ള അഭ്യർത്ഥന വെച്ചു. അതിനടിസ്ഥാനത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് 10 സീറ്റ് എന്നുള്ളത് തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ട് തന്നെ വരും വർഷങ്ങളിൽ ആ സീറ്റുകൾ പാർട്ടിക്ക് തിരികെ ലഭിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു വൺ ടൈം എഗ്രിമെൻ്റ് എന്ന നിലയിൽ ഞങ്ങൾ അതിനോട് സഹകരിച്ചിട്ടുണ്ട്. ഇടുക്കി സീറ്റും ഏറ്റുമാനൂർ സീറ്റും ജോസഫ് ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്ന് ഏറ്റെടുത്തുകൊണ്ടാണ് ഈ പുതിയ ഒരു നീക്കം നടത്തിയത്. അതേസമയം തന്നെ ഏറ്റുമാനൂർ സീറ്റ് കൂടി ഏറ്റെടുത്തതോടെ കോട്ടയം ജില്ലയിൽ മറ്റൊരു സീറ്റ് വേണം എന്ന ആവശ്യം അതിശക്തമായി ജോസഫ് ഗ്രൂപ്പ് ഉന്നയിക്കുകയായിരുന്നു. എന്നാൽ കോൺഗ്രസ് ഈ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങിയില്ല. വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി തന്നെ വേണം ഈ ഇടങ്ങളിൽ. പക്ഷേ അതിന് ജോസഫ് ഗ്രൂപ്പ് സ്ഥാനാർത്ഥികൾ അവർ അവർക്ക് വിജയസാധ്യത ഇല്ല എന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. ഈ മാനദണ്ഡം കൂടി അംഗീകരിച്ചുകൊണ്ടാണ് ഒരു വൺ ടൈം ഈ ഒരു തവണത്തേക്ക് മാത്രം എന്നുള്ള ഒരു നിലയിലാണ് ഇത് അംഗീകരിച്ചതെന്നാണ് മോൻസ് ജോസഫ് എന്തായാലും വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും ഏറ്റുമാനൂരും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ വരും. ഇതിൽ ഒരു പരിധിവരെ കോൺഗ്രസിന് ആശ്വാസമാണ്. കാരണം കാഞ്ഞിരപ്പള്ളി സീറ്റിൽ ആർക്ക് കൊടുക്കണം, ഫിൽസൺ മാത്യൂസിന് കൊടുക്കണോ അതോ നാട്ടകം സുരേഷിന് കൊടുക്കണോ എന്ന തർക്കം അവിടെ നിൽക്കുകയായിരുന്നു. തൊട്ടിപ്പുറത്ത് ഏറ്റുമാനൂർ സീറ്റായിരുന്നു നാട്ടകത്തിന് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ അത് ജോസഫ് വാഴക്കന് രമേശ് ചെന്നിത്തല ഇടപെട്ടുകൊണ്ട് തന്നെ കൊടുക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും 2 സീറ്റ് ഉള്ളതോടുകൂടി ഇനി ആർക്കെവിടെ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ടോമി കല്ലാനിക്ക് പൂഞ്ഞാർ തന്നെ കൊടുക്കുമോ അതോ മറ്റേതെങ്കിലും നേതാക്കളെ വീണ്ടും പരിഗണിക്കുമോ അതോ നാട്ടകം സുരേഷിനാകുമോ നൽകുക എന്നൊക്കെയുള്ളത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ജില്ലയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ആ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് ജില്ലയിലെ കോൺഗ്രസ് ക്യാമ്പും UDF ക്യാമ്പും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.